സ്വാഗതം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. റോഡടച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് എ വിജയരാഘവൻ. 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോൾ കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്നും വിജയരാഘവൻ. ചോദ്യപേപ്പർ ചോർച്ചയിലെ KSU പ്രതിഷേധത്തിൽ സംഘർഷം. DPI ഓഫീസ് മാർച്ചിനു നേരെ ജലപീരങ്കി. അന്വേഷണം അധ്യാപകരിലേക്ക്. 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ ചോദ്യം ചെയ്തു. MS സൊല്യൂഷൻസിന്റെ ഡിലീറ്റ് ചെയ്ത വീഡിയോകൾ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘം. പൂരം നടത്തിപ്പിലെ പ്രതിസന്ധി അകറ്റി സുപ്രീം കോടതി. ആന എഴുന്നള്ളിത്തിപ്പിലെ നിയന്ത്രണങ്ങൾക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. ഉത്തരവ് പ്രായോഗികമല്ലെന്ന് സുപ്രീം കോടതി. സ്വാഗതം ചെയ്ത ദേവസ്വങ്ങൾ. അമിത്ഷായുടെ അംബേദ്കർ പ്രസ്താവനയെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പാർലമെന്റ് കവാടത്തിൽ നാടകീയ രംഗങ്ങൾ. രാഹുൽ ഗാന്ധി തള്ളിയിട്ടെന്ന് BJP MP പ്രതാപ് ചന്ദ്ര സാരംഗി. BJP അംഗങ്ങൾ തടഞ്ഞെന്ന് രാഹുൽ ഗാന്ധി. രാജ്യസഭയും ലോക്സഭയും 2 മണിവരെ നിർത്തിവച്ചിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി ആരംഭിച്ച സർക്കാർ. കൃഷി വകുപ്പിലെ 6 ജീവനക്കാർക്ക് സസ്പെൻഷൻ. കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കണം. മൃഗസംരക്ഷണ വകുപ്പിലും നടപടിയുണ്ടാകും. എറണാകുളം വെണ്ണലയിൽ അമ്മയുടെ മൃതദേഹം രഹസ്യമായി കുഴിച്ചിട്ട മകൻ പിടിയിൽ. കൊലപാതകമാണോ എന്ന് അന്വേഷിക്കുന്നു. സ്വാഭാവിക മരണമെന്ന് മകൻ പ്രദീപ്. മകൻ അമ്മയെ മർദ്ദിക്കാറുണ്ടെന്ന് നാട്ടുകാർ. തൃപ്പൂണിത്തുറയിൽ അംഗനവാടിയുടെ മേൽക്കൂര തകർന്നു. അപകടം ഒഴിവായത് കുട്ടികൾ എത്തുന്നതിന് മുമ്പായതിനാൽ. തകർച്ചയ്ക്ക് കാരണം കെട്ടിടത്തിന്റെ കാലപ്പഴക്കം. MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാമെന്ന സർക്കാർ തീരുമാനം മാനദണ്ഡങ്ങൾ ലംഘിച്ചു തന്നെ. സുതാര്യത പാലിക്കണമെന്ന മാനദണ്ഡം അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ പാലിച്ചില്ല. CPI അടക്കം ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിൽ. തോമസ് കെ തോമസിന്റെ മന്ത്രിമോഹത്തിന് തടയിട്ട് CPM സംസ്ഥാന നേതൃത്വം. AK ശശീന്ദ്രൻ തുടരട്ടെയെന്ന് പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. സാമ്പത്തിക ആരോപണവും ശ്രദ്ധയിൽപ്പെടുത്തും. ഹൈക്കോടതി നിർദ്ദേശം നടപ്പായി. സംസ്ഥാനത്തെ നിരത്തുകൾ ഫ്ലെക്സ് വിമുക്തം. നീക്കം ചെയ്ത ഫ്ലെക്സുകൾ എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കി. വിശദമായി കടക്കുമ്പോൾ റോഡടച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ച് PB അംഗം A വിജയരാഘവൻ. എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ? നടന്നു പോയാൽ പോരെ? കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട്. കുന്നംകുളം ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന പൊതുയോഗത്തിലായിരുന്നു വിജയരാഘവന്റെ വിവാദകരമായ ഈ പ്രസംഗം. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോൾ എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാർ പോയപ്പോൾ ഇവന് ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോൾ എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാർ പോയപ്പോൾ
ഇവന് ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ. മുമ്പും വിവാദകരമായ നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളയാളാണ് എ വിജയരാഘവൻ. എ വിജയരാഘവന്റെ ഈ പ്രസ്താവനയാണ് CPM-നെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലും കടുത്ത വിമർശനവും പാർട്ടി തെറ്റേറ്റു പറയുമ്പോഴുമാണ് PB അംഗം ഈ തരത്തിൽ നിലപാടെടുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. പാലക്കാട് തൃത്താലയിൽ ഫുട്ബോൾ ടൂർണമെന്റിനെത്തിയ മന്ത്രി MB രാജേഷിനോട് ഗാലറി ആവശ്യപ്പെട്ടത് മറ്റൊരു കാര്യമാണ്. മണ്ഡലത്തിലെ റോഡ് ശരിയാക്കി നൽകൂ എന്നതായിരുന്നു കാണികളുടെ ആവശ്യം. എന്നാൽ മന്ത്രി പ്രതികരണം ചിരിയിൽ മാത്രം ഒതുക്കി. ആദ്യമായി മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും. കൊടുവള്ളിയിലെ 3 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർത്തിയ MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വീഡിയോകളുടെ വിവരങ്ങൾക്കായി കൊടുവള്ളി പോലീസ് മെറ്റയെ സമീപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണം അധ്യാപകരിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. ചോദ്യപേപ്പർ ചോർത്തിയതായി ആരോപണമുയർന്ന MS സൊല്യൂഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുൻപ് MS സൊല്യൂഷനെതിരെ പരാതി നൽകിയ അധ്യാപകരുടെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. സർക്കാർ അധ്യാപകർ അവധിയെടുത്ത് ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. MS സൊല്യൂഷൻസിന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് CPM അനുഭാവമുള്ള അധ്യാപകരാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. MS സൊല്യൂഷന്റെ ഫേസ്ബുക്കിൽ നിന്നും നീക്കം ചെയ്ത വീഡിയോകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് കൊടുവള്ളി പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് വീഡിയോകളിൽ അശ്ലീല പരാമർശങ്ങൾ ഉള്ളതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ന്യൂസ് 18 കോഴിക്കോട്. SSLC ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് KSU നടത്തിയ DPI ഓഫീസ് മാർച്ചിൽ നേരിയ സംഘർഷം. DPI ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞിരുന്നുവെങ്കിലും അത് മറികടക്കാനായി നടത്തിയ ശ്രമമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പ്രതിഷേധക്കാരുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്ന പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. തൃപ്പൂണിത്തറയിൽ അംഗനവാടിയുടെ മേൽക്കൂര തകർന്നു വീണു. കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അപകടം സംഭവിച്ചത്. കണ്ടനാട് JBSLP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. കാണാം ഡാനിപ്പോളിന്റെ റിപ്പോർട്ട്. ഉദയംപേരൂർ കണ്ടനാട് ജൂനിയർ ബേസിക് സ്കൂളിൽ ഇന്ന് തികച്ചും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത്. ഇവിടേക്ക് LKGയിലും അതോടൊപ്പം തന്നെ അംഗനവാടിയിലും പഠിക്കുന്നവർ, അതിൽ ഏതാണ്ട് 12 പേരാണ് ഉണ്ടായിരുന്നത് അവിടേക്ക് എത്തുന്നവർ. അവർ ആ തകർന്ന കെട്ടിടത്തിൽ അതിലേക്ക് എത്തപ്പെടാതെ, അതായത് സ്കൂൾ സമയത്തിന് തൊട്ട് മുൻപാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. മേൽക്കൂര ഒന്നാകെ താഴേക്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. അതിൽ കുട്ടികൾ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നത്. അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന ഒപ്പം തന്നെ ടീച്ചർമാർ അവിടേക്ക് എത്തിയിരുന്നില്ല. അതിനകത്ത് വൃത്തിയാക്കുകയായിരുന്നു. ആ സമയത്ത് വളരെ പെട്ടെന്ന് ഇറങ്ങി മാറാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് രക്ഷപ്പെടാനായത്. നമുക്കൊപ്പം അവരുണ്ട്. വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലായിരുന്നു. അതെ, തീർച്ചയായിട്ടും.
കാലത്ത് ഞാൻ വന്ന് തൂത്തൊക്കെ വാരി കഴിഞ്ഞ് എറാത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും അപ്പോൾ ടീച്ചർമാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താ ചേച്ചി എടുക്കണമെന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനുമാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ ഓടിക്കുമെന്ന് പറയാം. ടീച്ചർമാർ എങ്ങോട്ടേക്ക് പോയെന്നൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോൾ തന്നെ ആ വരാതിൽ നിന്ന് ചാടിപ്പോൾ ഞാൻ അവിടെ വീണിട്ട് വീണ്ടും എണീറ്റ് ഞാൻ ചൂലും കയ്യിൽ നിന്ന് പോയി കണ്ണടയും തെറിച്ച് പോയി. ഞാൻ അവിടെ നിന്ന് ഓടി അപ്പുറത്തേക്ക് മാറി നിന്നപ്പോൾ പിന്നെ എനിക്കൊന്നും മിണ്ടാനായിട്ട് പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഞാൻ വിറയ്ക്കുമായിരുന്നു. നിനക്ക് കണ്ണിലൊക്കെ എന്താ ഇരുട്ട് കയറിയ പോലെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ ഓർത്തു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് വന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പോകുമായിരുന്നു. ആ ചിന്തയായിരുന്നു എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറി. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മരണത്തിൽ ഞങ്ങളെല്ലാവരും ഒഴിവായ ദൈവത്തിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രം. വലിയ രക്ഷപ്പെടലാണ്. ആ ദുരന്തം ഇപ്പോഴും നമ്മളെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾ നേരത്തെ വരുന്ന കുട്ടിയുണ്ട്. ഇന്നൊരു കുട്ടി വൈകി വന്ന് ടെസ്സാന്നും പറഞ്ഞ് ആ കുട്ടിയാണ് ഏറ്റവും നേരത്തെ വരുന്നത്. ഇന്ന് അതിൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നതുകൊണ്ട് കുട്ടി വൈകി വന്നു. ഇപ്പോഴും ആ നടക്കത്തിൽ നിന്ന് നമുക്ക് മാറാറായിട്ടില്ല. ഇത്രയും കുട്ടികളും അതുപോലെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർ അമൃതം പൊടിയൊക്കെ മേടിക്കാൻ വരുന്നവർ വരും. ഞങ്ങൾ കുട്ടികളുടെ ഗ്രോത്തും ഒക്കെ മെഷീനിൽ നോക്കണതെല്ലാം ഞങ്ങൾ അവിടെ വെച്ചാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. കെട്ടിടം മാറ്റണം, അതിൻ്റെ അവസ്ഥയൊക്കെ പലവണ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തിലൊക്കെ പരാതികളൊക്കെ കൊടുത്താണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നോന്നൊക്കെ പറഞ്ഞതൊക്കെയാണ്. പക്ഷേ ആരും നോക്കാറില്ല, എടുക്കാറില്ലായിരുന്നു. വലിയ വൈകാരികമായിട്ട് തന്നെയാണ് അവർ ആ രക്ഷപ്പെടലിനെ കുറിച്ച് പറയുന്നത്. കാരണം അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുന്നത്. ഇതിന് അപ്പുറം ഇതിൽ കെട്ടിടം മുഴുവനായിട്ട് ഏതാണ്ട് തന്നെ തകർന്ന് കിടക്കുന്ന ഒരു ഭാഗം അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു പൂർണ്ണമായും തന്നെ തകർന്ന് ഇരിപ്പിടമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതിനകത്തേക്ക് വരുമ്പോൾ ഇത് നമുക്ക് കാഴ്ച കാണാം. ഇതിൽ ആ മേൽക്കൂര മുഴുവനായിട്ട് തന്നെ തകർന്ന് ഇടിഞ്ഞ് വീണിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ചട്ടം തകർന്ന് കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ചട്ടം തകർന്ന് പൂർണ്ണമായും താഴേക്കിരുന്നു. ഓടടക്കം 100 വർഷത്തിനോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. ഇതിന് പലതവണ ഇവർക്ക് പരാതി നൽകുന്നു, പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് പാമ്പ് വരെ കയറിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു ചുറ്റുപാടുന്നത്. കാരണം ഇത് അത്ര കണ്ട് ഒരു സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നാളെ അവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടികൾ തയ്യാറെടുക്കുകയായിരുന്നെല്ലാം. എന്തായാലും വലിയ ദുരന്തത്തിൽ നിന്നാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടലുണ്ടാവുന്നത്. 12 പേരാണ് ഇവിടേക്ക് LKGയിലും അതോടൊപ്പം തന്നെ അങ്കണവാടിയിലേക്കുമായിട്ട് ദിവസവും എത്തിക്കൊണ്ടിരുന്നത്, അധിക ദിവസങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നത്. അവരെത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു വലിയ രീതിയിലേക്ക് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് ഒരു അവസ്ഥയായിട്ട് മാറാതിരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ രക്ഷപ്പെടൽ ഉണ്ടാകുന്നത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെയും ഇതിൻ്റെ ഇപ്പോൾ കുട്ടികളുടെ അധ്യയന ദിവസങ്ങൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. വൈകാതെ കൂടുതൽ നടപടികളിലേക്ക് ഉദയംപേരൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നതാണ് നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉദയംപേരൂരിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. 2012 ചട്ടങ്ങൾ പാലിച്ച് ആനകളുടെ എഴുന്നള്ളിപ്പ് നടത്താമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി മാർഗരേഖകൾ അപ്രായോഗികമാണെന്നും ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഹൈക്കോടതിക്ക് എങ്ങനെ കഴിയുമെന്നും സുപ്രീം കോടതി ചോദിച്ചു. ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് ആശ്വാസം. എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2012 ചട്ടങ്ങൾ പ്രകാരം ആന എഴുന്നള്ളിപ്പിന് കൃത്യമായ മാർഗരേഖയുണ്ട്. അതനുസരിച്ച് എഴുന്നള്ളിപ്പ് നടത്താം. ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. ആവശ്യമായ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ സർക്കാരിനെ അറിയിക്കാമെന്നും കോടതി വാക്കാൽ പരാമർശിച്ചു. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം, ആനയും ആൾക്കാരും തമ്മിൽ 8 മീറ്റർ അകലം, പകൽ 9 മുതൽ 5 വരെ എഴുന്നള്ളിപ്പ് ഒഴിവാക്കണം. ഹൈക്കോടതി മാർഗരേഖയിലെ ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമാണോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. കേരളം ഹിമാലയത്തിലല്ല, അവിടെ സ്വാഭാവികമായും ചൂടുണ്ടാകുമെന്നും മൃഗസ്നേഹികളുടെ വാദങ്ങൾക്ക് ജസ്റ്റിസ് BV നാഗരത്ന മറുപടി നൽകി. പൂരപ്രേമികളുടെ വിജയമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. എല്ലാ ആഘോഷങ്ങളും, ആന എഴുന്നള്ളിപ്പുള്ള എല്ലാ ആഘോഷങ്ങളും അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരുടെ വിജയമാണ് ഇത് ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഇത് മനസ്സിലാക്കുകയും ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരാവശ്യമാണ്, എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരാവശ്യമാണ് എന്നുള്ളതിന് ഏറ്റവും ഉത്തമ തെളിവാണ് ഇന്ന് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ ലഭിക്കൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി തുടങ്ങിയപ്പോൾ സസ്പെൻഷനിലായവരിൽ അധികവും തുച്ഛമായ വേതനം പറ്റുന്ന താൽക്കാലിക ജീവനക്കാരാണ്. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിരുന്ന മണ്ണു സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിൽ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയവരിൽ 90% താൽക്കാലിക വേതനത്തിൽ ജോലി ചെയ്യുന്ന സ്വീപ്പർമാരാണ്. ഇവർക്കെതിരെയും നടപടി ആരംഭിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിലെ ഒരു മൃഗഡോക്ടർ അടക്കം 72 പേരുടെ പട്ടികയാണ് ധനവകുപ്പ് കൈമാറിയിരിക്കുന്നത്. പാർലമെന്റിൽ ഇന്ന് നടന്ന കയ്യാങ്കളിയിൽ BJP MP പ്രതാപ് ചന്ദ്ര സാരംഗിക്ക് പരിക്കേറ്റു. പരിക്കേറ്റതിന് കാരണം രാഹുൽ ഗാന്ധിയാണെന്നാണ് BJP ആരോപിക്കുന്നത്. BJP MPമാർ തന്റെ വഴി തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി. അംബേദ്കർ പരാമർശത്തിൽ പ്രക്ഷുബ്ധമായ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് നിർത്തിവച്ചിരുന്നു. ശൈത്യകാല സമ്മേളനമാണ് നടക്കുന്നതെങ്കിലും പാർലമെന്റിൽ പ്രതിഷേധ ചൂട് തന്നെ. ഇന്ന് BJP MP പ്രതാപ് ചന്ദ്ര സാരംഗിക്ക് പരിക്കേറ്റു. സ്റ്റെപ്പിന് സമീപം നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് ഒരു MPയെ തള്ളിയിട്ട് തന്റെ മേൽ വീണുവെന്ന് സാരംഗി. राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। किसने धक्का मारा? राहुल गांधी ने? हाँ, राहुल गांधी ने धक्का मारा। राहुल गांधी. BJP MPമാർ തന്നെ തള്ളിയിടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. പാർലമെന്റിലേക്ക് പ്രവേശിക്കുക എന്നത് തന്റെ അവകാശം എന്നും രാഹുൽ ഗാന്ധി. ये पार्लियामेंट की एंट्रेंस है, इसमें मैं अंदर जाने की कोशिश कर रहा था तो बीजेपी के MP जो थे वो मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है। नहीं देखिए हाँ किया है मगर ठीक है कोई मतलब धक्का मुक्की से हमें कुछ होता नहीं है. പരിക്കേറ്റ BJP MPയെ ആംബുലൻസിൽ ചികിത്സയ്ക്കായി RML ആശുപത്രിയിലേക്ക് മാറ്റി. കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, അർജുൻ രാം മേഘ്വാൾ, പീയൂഷ് ഗോയൽ എന്നിവരും മറ്റ് BJP നേതാക്കളും പ്രതാപ് സിംഗ് സാരംഗിയെ കാണാൻ ആശുപത്രിയിലേക്ക് തിരിച്ചു. സംഭവം ഗൗരവമായി എടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് നിയമ നടപടിക്കൊരുങ്ങുകയാണ് BJP. BR അംബേദ്കറിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശമാണ് പാർലമെന്റിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഭരണഘടനാ ശില്പിയെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്നും മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ്, TMC, DMK, RJD, ഇടതുപാർട്ടികൾ, ശിവസേന, UBT എന്നിവരാണ് പ്രതിഷേധത്തിൽ അണിനിരന്നത്. ഇരുസഭകളിലും അടിയന്തരമായി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർ നോട്ടീസ് നൽകി. പിന്നീട് പ്രക്ഷോഭത്തെ തുടർന്ന് ഇരുസഭകളും നിർത്തിവെച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം സർക്കാർ നടപ്പിലാക്കിയതോടെ സംസ്ഥാനത്തെ പൊതുനിരത്തുകൾ ഫ്ലെക്സ് വിമുക്തം. 18-നകം പൊതുനിരത്തുകളിൽ നിന്ന് ഫ്ലെക്സ് നീക്കണമെന്ന സർക്കാർ നിർദ്ദേശം ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും കൃത്യമായി തന്നെ നടപ്പിലാക്കി. തുടക്കത്തിലെ ആവേശത്തിനപ്പുറം ഈ തുടക്കം നിലനിർത്താനും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാനും കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഒരു പുതിയ മാതൃക ആകുമിത്. ഇന്നലെ വൈകിട്ട് വരെയായിരുന്നു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സർക്കാർ അനുവദിച്ച സമയം. തലസ്ഥാന നഗരത്തിലടക്കം പൊതുനിരത്തുകളിലെ ഫ്ലെക്സ് നീക്കം കൃത്യമായി നടപ്പിലായി. ഹൈക്കോടതിയുടെ വിരട്ടൽ തിരുവനന്തപുരം നഗരത്തെങ്കിലും ഏറ്റവും എന്ന് പറയണം. AG's ഓഫീസിന്റെ മതിൽ, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള ഈ ഭാഗത്താണ് ഏറ്റവും അധികം ഫ്ലെക്സ് ബോർഡുകൾ സാധാരണ ഉണ്ടാകാറുള്ളത്. രാജഭരണകാലത്തെ, ബ്രിട്ടീഷ് ഭരണകാലത്തേക്കുള്ള മനോഹരമായ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഈ ഭാഗം ഇപ്പോഴാണ് എത്രയോ മാസങ്ങൾക്ക് ശേഷം പക്ഷേ ഇവിടെ നിന്നാൽ നമുക്ക് കാണാനാകുന്നത്. ഫ്ലെക്സ് ബോർഡുകളുടെ അതിപ്രസരം മൂലം ഏറ്റവും പൊറുതിമുട്ടിയ നഗരമാണ് തിരുവനന്തപുരം. എന്തിനും ഏതിനും ഫ്ലെക്സ് ബോർഡുകൾ. നഗരത്തിന്റെ പ്രധാന ഇടങ്ങളെല്ലാം ഫ്ലെക്സ് വിമുക്തമായി. സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് നഗരമേഖലകളിലും ഇത് വ്യത്യസ്ത കാഴ്ചയാണ്. പൊതു ഇടത്തു നിന്നും നീക്കിയ ഫ്ലെക്സുകൾ ഇനി എങ്ങനെ സംസ്കരിക്കുമെന്നതായിരിക്കും വെല്ലുവിളി. ഈ ഒരു ഉത്തരവ് അത് ഭൂരിഭാഗം നടപ്പായി എന്നാണ് കൊച്ചി കോർപ്പറേഷൻ റവന്യൂ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഫ്ലെക്സുകളും അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളും ബാനറുകളും എല്ലാം ഒരുവിധം എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ദിവസവും നീക്കം ചെയ്യുന്ന ബോർഡുകളുടെ എണ്ണവും ഈടാക്കിയ പിഴത്തുകയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണവും ക്രോഡീകരിക്കാൻ സോണൽ ഓഫീസർക്കും ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരുകയും ചെയ്യും. ഈ കളമശ്ശേരി, തൃപ്പൂണിത്തുറ, അങ്കമാലി, അതോടൊപ്പം കോതമംഗലം, ഏലൂർ, തൃക്കാക്കര, പിറവം ഭാഗത്താണ് പ്രധാനമായും ഈ നഗരസഭയുടെ വലിയ ഒരു നിരീക്ഷണമുള്ളത്. ഇതിൽ കളമശ്ശേരി പരിധിയിലുള്ള ഈ പാതയോരങ്ങളിലെ അനധികൃത ബാനറുകളും കൊടിത്തോരണങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ടെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാടിന്റെ നഗരമേഖലകളിലും ഫ്ലെക്സ് പൂർണ്ണമായി നീക്കം ചെയ്തു. സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ നടപടി നേരിടേണ്ടി വരും. ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും പാലിക്കുമെന്ന ഒരു
വിശദീകരണമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മലപ്പുറം നഗരസഭയിലെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയമായ മാനാഞ്ചിറ സ്ക്വയറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒറ്റ ഫ്ലെക്സ് പോലും കാണാനില്ല എന്നതാണ് വാസ്തവം. ആ കോക്കയുടെ വശങ്ങളിലൊക്കെ ഏതാണ്ട് ഫ്ലെക്സുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ നിരന്ന് ഫ്ലെക്സുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഒറ്റ ഫ്ലെക്സ് പോലും നമ്മൾ ഈ കാഴ്ചയിൽ ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ കാണാൻ കഴിയുന്നില്ല. ഹൈക്കോടതിയുടെ തുടർച്ചയായ ഇടപെടലാണ് പൊതുനിരത്തുകളിലെ ഫ്ലെക്സ് നീക്കലിന് വഴിയൊരുക്കിയത്. ചില ഇടങ്ങളിലുണ്ടായ പാളിച്ചകൾ ഒഴിവാക്കിയാൽ സർക്കാരും നിർദ്ദേശം കൃത്യമായി നടപ്പിലാക്കി. ഈ തുടക്കം എങ്ങനെ നിലനിർത്താനാകുമെന്നതാവും ഇനി വെല്ലുവിളി. മാറ്റിയ ഇടങ്ങളിൽ പുതിയ ഫ്ലെക്സുകൾ വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയണം. സർക്കാരിനൊപ്പം വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും വ്യാപാര സ്ഥാപനങ്ങളും ഒന്നിച്ചു നിന്നാൽ നമുക്കിതൊരു മാതൃകയാക്കാം. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. കൊച്ചി വെണ്ണലയിൽ അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടാൻ ശ്രമം. വെണ്ണല സ്വദേശിനി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വെണ്ണലയിലെ വീട്ടുമുറ്റത്ത് പ്രദീപ് കുഴിമൂടുന്നത് കണ്ട് സംശയം തോന്നിയ അയൽവാസി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പാലാരിവട്ടം പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇതിനിടെ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രമേഹ രോഗിയായ അമ്മ മരിച്ചതിനെ തുടർന്ന് താൻ മറവു ചെയ്യുകയായിരുന്നു എന്നാണ് പ്രദീപ് പോലീസിന് നൽകിയ മൊഴി. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. മൃതദേഹം എത്ര ദിവസം പഴക്കമുണ്ട്? ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രദീപിന് ഭാര്യയും 2 മക്കളുമുണ്ട്. എന്നാൽ സംഭവ സമയത്ത് പ്രദീപും അമ്മ അല്ലിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പ്രദീപ് സ്ഥിരം മദ്യപാനിയായിരുന്നു എന്നും നാട്ടുകാർ. പ്രദീപ് പൊതുവെ മാന്യനാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് അയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വളരെ വയലന്റ് ആവും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആദ്യം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതെല്ലാവരും കൂടിയൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനമായിട്ട് പിന്നെ അത് അയാൾ നിർത്തിയിരുന്നു ചികിത്സിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടുമ്പോഴും കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ് ഇവിടെ. പ്രദീപിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. പ്രദീപിനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് അല്ലിക്ക്. ന്യൂസ് 18 കൊച്ചി. കോതമംഗലം ഇരുമലപ്പടിയിൽ 6 വയസ്സുകാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തർപ്രദേശ് സ്വദേശികളായ അജാസിന്റെ മകൾ മുസ്കാനാണ് മരിച്ചത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്ന് കുടുംബം മൊഴി നൽകി. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. പുതുപ്പാലത്തിങ്ങ താമസിക്കുന്ന അജാസ് ഖാന്റെ മോളാണ്. ഇവിടെ രാവിലെ അവർ എണീറ്റപ്പോൾ ബെഡ്റൂമിൽ കുഞ്ഞുങ്ങൾ 2 പേരും ആയിട്ട് ഒരു ബെഡ്റൂമിലും അവർ 2 പേരും ഭാര്യയും ഭർത്താവും ഒരു ബെഡ്റൂമിലും ആയിട്ടാണെന്നാണ് അജാസ് ഖാൻ പറഞ്ഞത്. രാവിലെ എണീറ്റപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് അതിന്റെ നടപടികൾ നടക്കുകയാണ്. മറ്റു വിവരങ്ങളൊക്കെ പോലീസിനാണ് അറിയാവുള്ളൂ എന്താണെന്നുള്ളത്. IPS ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം. വകുപ്പ് തല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്ന് കൃത്യമായ ചട്ടം നിലനിൽക്കെ ഇത് മറികടന്ന് പ്രത്യേക താൽപ്പര്യമെടുത്താണ് സർക്കാർ അജിത് കുമാറിന് പരിഗണന നൽകിയതെന്ന് വ്യക്തമാകുകയാണ്. വിവാദ ഉദ്യോഗസ്ഥനെ ഉയർന്ന പദവിയിലേക്ക് പരിഗണിച്ചതിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്കും കടുത്ത എതിർപ്പുണ്ട്. IPS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളാണിത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് MR അജിത് കുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആരെയൊക്കെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കരുത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെ: സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ആരോപണമുയർന്ന് സ്ഥാനചലനമുണ്ടായ വ്യക്തിയാണ് അജിത് കുമാർ. പൂരവിവാദത്തിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെ വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും? പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനുമേൽ മേലുദ്യോഗസ്ഥർ മുമ്പ് അപ്രീതി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കണം. പൂരവിവാദത്തിൽ പോലീസ് മേധാവി അവിശ്വാസം രേഖപ്പെടുത്തിയ അജിത് കുമാറിനെ പരിഗണിക്കുന്നതിന് ഇത് തടസ്സമായില്ല. ഇതടക്കം MR അജിത് കുമാറിന് വെല്ലുവിളിയാകുന്ന നിരവധി നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുന്ന പട്ടിക സർക്കാരിന് അംഗീകരിക്കാനോ തള്ളാനോ വ്യവസ്ഥയുണ്ട്. തീരുമാനം നീട്ടിവെക്കാനും സർക്കാരിന് അധികാരമുണ്ട്. പക്ഷേ അജിത് കുമാറിന് DGP പദവി നൽകാൻ സർക്കാരിന് ഇതൊന്നും തടസ്സമായില്ല. അതായത് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ കേന്ദ്രങ്ങളിൽ പ്രത്യേക താൽപ്പര്യം പ്രകടമായെന്ന് വ്യക്തം. വിവാദ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിയത് ഇടത് കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടവച്ചിട്ടുണ്ട്. CPI അടക്കം ഇക്കാര്യത്തിൽ പ്രതിഷേധം പരസ്യമാക്കാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം.
എം.ആർ. അജിത് കുമാറിനെ DGP ആക്കുന്നത് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാരസ്മരണയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. ചട്ടങ്ങൾ ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും വ്യക്തമായെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മന്ത്രിസഭായോഗം ഏകകണ്ഠമായി എടുത്ത തീരുമാനമെന്നാണ് മന്ത്രി G.R. അനിലിന്റെ പ്രതികരണം. മന്ത്രി എന്ന നിലയിൽ തനിക്ക് അതൃപ്തിയില്ല. CPIയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി പറയുമെന്നും മന്ത്രി പ്രതികരിച്ചു. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തു നിന്നും മാറ്റേണ്ടെന്ന് CPMന്റെ തീരുമാനം. പാർട്ടി നിലപാട് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ സംസ്ഥാന നേതൃത്വം അറിയിച്ചു. കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി മന്ത്രിസഭയിലേക്ക് വരാൻ തോമസ് കെ തോമസ് ശ്രമിക്കുന്ന സാഹചര്യത്തിലാണിത്. എന്തുകൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ലെന്ന കാര്യം മുഖ്യമന്ത്രിയും കാരാട്ടിനെ അറിയിച്ചുവെന്നാണ് സൂചന. ദശാവതാരം മുതൽ ഭാരതീയ സംസ്കൃതിയുടെ ചേതന വർണ്ണങ്ങളായി വിരിയുന്ന ചിത്രപ്രദർശനം തലസ്ഥാനത്ത് നടക്കുന്ന സൂര്യ ഫെസ്റ്റിവലിലാണ് തിരുവനന്തപുരം സ്വദേശി മിനി പിള്ളയുടെ മ്യൂറൽ പെയിൻറ്റിംഗ് ദൃശ്യവിരുന്നാകുന്നത്. തൈക്കാട് ഗണേശത്തിലാണ് പ്രദർശനം നടക്കുന്നത്. കുടുംബവുമൊത്ത് ദീർഘനാൾ ഡൽഹി ജീവിതം. പിന്നീട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചിത്രരചനയുടെ സർഗ്ഗവഴിയാണ് തനിക്ക് മുന്നിൽ തുറക്കുക എന്ന് ഈ കലാകാരി പ്രതീക്ഷിച്ചിരുന്നില്ല. കൗതുകത്തിന് സഞ്ചരിച്ച വരയുടെ പാത ചെന്നെത്തിയത് ശാസ്ത്രീയ പഠനത്തിൽ. ഞാൻ ആദ്യം ഹാൻഡിക്ക് എന്ന് പറഞ്ഞ കൈമനത്തൊരു ബിന്ദു ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എന്തൊക്കെയോ പഠിച്ചു. പക്ഷെ അവിടെയാണ് ഞാൻ ഈ മ്യൂറൽ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് ആക്സസ് ചെയ്യാൻ ചിലപ്പം പറ്റിയേക്കും എന്നൊരു തോന്നല്. പക്ഷെ ചെറിയ അതൊക്കെ അവിടെ പഠിച്ചു. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായത് കുറച്ച് ഡെപ്തുള്ള എന്തോ സംഭവമാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവിടെ നിന്നിട്ട് ഫോൺ ചെയ്തു. അങ്ങനെ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാതിരി 2 months കോഴ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ നാൻസി ഫെർണാണ്ടസ് അവിടെ 4-5 അവിടെ പോയി ഞാൻ. ശംഖുലി എന്ന പേരിലെ പ്രദർശനത്തിലുള്ളത് 30ഓളം ചിത്രങ്ങളാണ്. ചിത്രങ്ങളുടെ വിപണനവുമുണ്ട്. 20 വരെയാണ് തൈക്കാട് ഗണേശ ആർട്ട് ഗാലറിയിൽ പ്രദർശനം നടക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്നലെ 82,264 ഭക്തർ ദർശനം നടത്തി. ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ചവരെ 45,267 ഭക്തർ മല കയറി. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. നാടെങ്ങും ക്രിസ്തുമസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. തിരുവനന്തപുരത്തെ തീരമേഖലയായ വലിയ തുറയിലും ആഘോഷങ്ങൾക്ക് ഇത്തവണയും കുറവില്ല. കൂറ്റൻ നക്ഷത്രങ്ങളും വർണ്ണം വിതറുന്ന പ്രകാശ കാഴ്ചകളും കൊണ്ട് സമ്പന്നമാണ് തീരദേശത്തെ ദേവാലയങ്ങളും. വലിയതുറ RTM CSI ദേവാലയത്തിലാണ് ഈ വർണ്ണക്കാഴ്ചകൾ. ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ പതിവുള്ളതാണെങ്കിലും പ്രകാശവിസ്മയമാണ് ഇത്തവണത്തെ ആഘോഷങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. വലിയതുറ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിന്റെ മുറ്റത്തും 25 അടി ഉയരത്തിൽ കൂറ്റൻ നക്ഷത്രം ഇടം പിടിച്ചു കഴിഞ്ഞു. സെന്റ് സേവിയേഴ്സ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുമുണ്ട് 27 അടി ഉയരത്തിൽ മിന്നിത്തിളങ്ങുന്ന മറ്റൊരു വെള്ളി നക്ഷത്രം. മിന്നും കാഴ്ചകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തീരദേശത്തിന്റെ ക്രിസ്മസ് രാവുകളും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070, പവന് 56,560. 18 ക്യാരറ്റ് ഗ്രാമിന് 5840, പവന് 46,720. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു. ഇനി ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. കാണാം.